നമസ്കാരം, ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അടുപ്പുകൂട്ടി നെല്ല് പുഴുങ്ങി വേറിട്ട പ്രതിഷേധവുമായി സമരസമിതി രംഗത്ത്. നെൽ കർഷക സംരക്ഷണ സമിതിയുടെയും സംയുക്ത പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി R. അനിൽകുമാർ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ആലപ്പുഴ ആരവം കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. PP ചിത്തരഞ്ജൻ MLAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ചലച്ചിത്ര താരം മധുബാൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അടുപ്പുകൂട്ടി നെല്ല് പുഴുങ്ങി വേറിട്ട പ്രതിഷേധവുമായി സമരസമിതി രംഗത്ത്. നെൽ കർഷക സംരക്ഷണ സമിതിയുടെയും സംയുക്ത പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു സമരം. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അടുപ്പുകൂട്ടി നെല്ല് പുഴുങ്ങി വേറിട്ട പ്രതിഷേധവുമായി സമരസമിതി രംഗത്ത്. നെൽ കർഷക സംരക്ഷണ സമിതിയുടെയും സംയുക്ത പാടശേഖര സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വേറിട്ട പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നെൽവില അടിയന്തരമായി ലഭ്യമാക്കുക, പോരുവെള്ള കൃഷി നാശത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കുക, അടിയന്തരമായി നെല്ല് സംഭരിക്കുക, ഭാവിയിൽ ഓരുവെള്ള കൃഷിനാശം ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. നെല്ല് കർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ് പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് നിയമപരമാക്കുവാനുള്ള ശ്രമമാണ് ബഹുമാന്യരായ നമ്മളുടെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അടുക്കൽ നിന്നുണ്ടാവുന്നത്. അതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ആദ്യമായി കിഴിവുമായി പ്രശ്നമുണ്ടായ ഞങ്ങളുടെ പാടശേഖരമായ ബ്ലോക്ക് 9000 പാടശേഖരത്തിൽ സംഭവിച്ചത്. അന്ന് ഇന്ന് വരെ എന്ന് വെച്ചാൽ 2021 വെള്ളം കയറിയപ്പോൾ മാത്രമാണ് ഞങ്ങൾ കിഴിവ് കൊടുത്തത്. അതിനുശേഷം കിഴിവ് കൊടുക്കാത്ത ഞങ്ങളുടെ പാടശേഖരത്ത് കിഴിവ് ആവശ്യപ്പെട്ട് വന്നപ്പോൾ കൊടുക്കില്ല എന്ന് പാടശേഖര സമിതി തീരുമാനമെടുക്കുകയുണ്ടായി. ഉറപ്പായിട്ടും എനിക്ക് പറയുവാൻ സാധിക്കും, പാടി ഓഫീസർ തന്നെ പറയുന്നുണ്ട്, കോട്ടയം ജില്ലയിലെ ഏറ്റവും ബെറ്റർ നെല്ലാണ് എന്ന്. അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി R. സുനിൽ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. NKSS രക്ഷാധികാരി VJ ലാലി ആമുഖ പ്രഭാഷണവും NV കൃഷ്ണമൂർത്തി വിഷയാവതരണവും നടത്തി. NKSS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, ജോസ് കാവനാട്, ലാലിച്ചൻ പള്ളിവാതുക്കൽ, P. വേലായുധൻ നായർ, ജയൻ തകഴി, വിശ്വനാഥപിള്ള ഹരിപ്പാട്, G. സൂരജ്, ജോസ് മുക്കം, ജിക്കു കുര്യാക്കോസ്, മാത്യു തോമസ് എന്നിവർ സംസാരിച്ചു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. അനിൽകുമാർ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CPI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. അനിൽകുമാർ നിർവഹിച്ചു. സംസ്ഥാന സമ്മേളനം 8 മുതൽ 12 വരെ ആലപ്പുഴയാണ് നടക്കുന്നത്. ആ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള കൃഷിത്തോട്ടങ്ങളൊരുക്കി മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട സഖാക്കളുടെ പേരിൽ കൃഷി ചെയ്യുകയാണ്. അവരുടെ പേരിലാണ് ആ കൃഷിത്തോട്ടങ്ങളൊക്കെ അറിയപ്പെടുന്നത്. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവാണ് SK ദാസ്. SK ദാസിൻ്റെ പേരിലാണ് ഈ കൃഷിത്തോട്ടം ഇവിടെ അറിയപ്പെടാൻ പോകുന്നത്. എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്. 25ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മുന്നോടിയായി സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നടക്കുമ്പോൾ 42 വർഷങ്ങൾക്ക് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നടക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ നാനാവിധ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് SK ദാസ് സ്മൃതി ജനകീയ കൃഷിത്തോട്ടത്തിന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത്. സംഘാടക സമിതി ജനറൽ കൺവീനർ A. ആബിദ് ചടങ്ങിൽ അധ്യക്ഷനായി. ഉദ്ഘാടന സമ്മേളനത്തിൽ R. വെങ്കടേഷ് സ്വാഗതം പറഞ്ഞു. A. ബിജു, S. സഞ്ജയ് പൈ, രാജു സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി.
ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മിനിമം വേതനം അനുവദിക്കുക, ഇരിപ്പിടാവകാശം സംരക്ഷിക്കുക, തൊഴിലാളികൾക്ക് വേജസ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. യൂണിയൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TM ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. S. സുരേഷ്, അഡ്വക്കേറ്റ് അസ്ലം, P. സന്തോഷ് കുമാർ, PC ബൈജു, സ്നേഹജൻ, സുനിൽ ജോർജ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ആരവം കലാസാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. PP ചിത്തരഞ്ജൻ MLA നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ചലച്ചിത്ര താരം മധുപാൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ PP ചിത്തരഞ്ജൻ MLA നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ആരവം കലാസാംസ്കാരിക വികസന സാംസ്കാരികോത്സവത്തിന് തിരിതെളിഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര താരം മധുപാൽ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവ ഗായികയുമായ PK മേദിനി തിരിതെളിയിച്ചു. കലാസാംസ്കാരിക പരിപാടികളിലൂടെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ ചെറുക്കാൻ കഴിയൂ എന്നും കലാപ്രവർത്തനം സമൂഹത്തിൽ വെളിച്ചം പടർത്തുമെന്നും കലാപ്രവർത്തനം എവിടെ അവസാനിക്കുന്നു അവിടെ ഇരുൾ പരക്കുമെന്നും മധുപാൽ പറഞ്ഞു. ചടങ്ങിന് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം R. റിയാസ്, ആര്യാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന സനൽകുമാർ, അജയ് സുധീന്ദ്രൻ, സുനിൽ മാർക്കോസ് എന്നിവർ സംസാരിച്ചു. R. സുനിൽകുമാർ K. ലാജി മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള 4ാമത് ജില്ലാതല വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. അമ്പലപ്പുഴ MLA ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പുഴ ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ R. സുനിൽകുമാർ K. ലാജി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 4ാമത് ജില്ലാതല വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഈ മാസം 27 വരെ 8 ദിവസങ്ങളിലായി കഞ്ഞിപ്പാടം വൈപ്പിൾ ജംഗ്ഷന് സമീപം കടുക്കത്തറ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് അമ്പലപ്പുഴ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കെല്ലാം ഉള്ളപോലെ തന്നെ ഏറെ വർഷങ്ങളായുള്ള ഒരു വളരെ ആഴത്തിലുള്ള ബന്ധം വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു ആളാണ് സുനിയപ്പൻ. പല വിഷമഘട്ടത്തിലും എല്ലാം അതെല്ലാം പരസ്പരം പങ്കുവയ്ക്കാനും ഒക്കെ അവസരമുണ്ടായിട്ടുള്ള ആളാണ്. ദൗർഭാഗ്യകരമായി നമ്മളെ വിട്ടുപിരിയുന്ന സാഹചര്യം വന്നു. നിശ്ചയമായി സുനിയപ്പൻ്റെ ഒരു ജീവിതത്തിലാകെയുള്ള ഒരു നില നോക്കിയാൽ ഇതുപോലെയുള്ള ഏത് സംരംഭങ്ങൾ നമ്മുടെ കഞ്ഞിപ്പാടത്തോ പരിസരത്തോ വന്നാൽ അതിനെല്ലാം ഏറ്റവും മുന്നിൽ നിന്ന് ഏത് നിലയിലേക്കുള്ള സഹായം ചെയ്യാനുമൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളായിരുന്നു എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് ഈ വേദിയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം പറയേണ്ടതായിട്ടില്ല. അങ്ങനെ നമുക്കിടയിൽ ജീവിച്ച് നമ്മുടെ സഹോദരനെ പോലെ ഏതെല്ലാം അർത്ഥത്തിൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഒരുപാട് പേർ. ബ്രദേഴ്സ് ക്ലബിന്റെ ചെയർമാൻ K. മദനൻ വൈപ്പിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നെടുമുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മൻമഥൻ, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. രമേശൻ, അംഗം C. ശ്രീകുമാർ, G. മണിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ക്ലബ് കൺവീനർ P. മണിക്കുട്ടൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഭക്ഷണം ഔഷധമാണെന്ന സന്ദേശമുയർത്തി ലോക കരൾ ദിനാചരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം ഔഷധമാണെന്ന സന്ദേശമുയർത്തി ലോക കരൾ ദിനം സമുചിതമായി ആചരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച സ്ഥാപനതല പരിപാടി ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ PK ബീന ചടങ്ങിൽ അധ്യക്ഷയായി. മലയാളികളിലെ നോൺ ഫാറ്റി ലിവർ സിറോസിസിന്റെ അപകടകരമായ വർധന സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നതെന്നും കൂടാതെ പ്രമേഹം ഉൾപ്പെടെയുള്ള ഇതര ജീവിതശൈലി രോഗങ്ങൾ കരൾ രോഗത്തിന്റെ ആക്കം കൂട്ടുമെന്നും ഗ്യാസ്ട്രോ എൻഡോളജിസ്റ്റ് ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു. നാം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഔഷധമായി മാറേണ്ടതെന്ന് ആശുപത്രി ഡയറ്റീഷ്യൻ ജെസി ട്രീസ ജോർജും ഓർമ്മിപ്പിച്ചു. ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ S. ജയകൃഷ്ണൻ, ബിസ്മി സുനീർ എന്നിവർ സംസാരിച്ചു. ഗ്ലാൻഡ് ലിവർ ഈസ് എ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി. ഓക്കെ, അപ്പോൾ അത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, നമ്മൾ മലയാളികളാണ്,
നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കരളിന് ഏറ്റവും കൂടുതൽ ദ്രോഹം നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വ്യായാമമില്ലാത്ത ജീവിത ശൈലി ഉൾപ്പെടെ, നാം കഴിക്കുന്ന ഭക്ഷണ ശൈലി ഉൾപ്പെടെ ഒക്കെ തന്നെ ഈ അസുഖത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അടുപ്പുകൂട്ടി നെല്ല് പുഴുങ്ങി വേറിട്ട പ്രതിഷേധവുമായി സമരസമിതി രംഗത്ത്. നെൽകർഷക സംരക്ഷണ സമിതിയുടെയും സംയുക്ത പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി R. അനിൽകുമാർ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ആലപ്പുഴ ആരവം കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. PP ചിത്തരഞ്ജൻ MLA നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ചലച്ചിത്ര താരം മധുബാൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.